നമ്മളെല്ലാവരും നന്ദി പറയുന്നവരാണോ? നമ്മൾ പറയുന്നുണ്ടായിരിക്കാം, നമുക്ക് കിട്ടുമ്പോൾ മാത്രമല്ലേ. നമുക്ക് എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ നന്ദി പറയാം. അതുപോലെ തന്നെ നമുക്ക് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ നന്ദി പറയുന്നുണ്ടാവും. അതല്ലാതെ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ മുതൽ എണീക്കുന്നത് തന്നെ ശരിക്കും ഒരു ദൈവത്തിനുള്ള നന്ദി തന്നെയാണല്ലേ. അപ്പോൾ എണീക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയേണ്ട കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ എന്താ പറയാറ്, നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ അല്ലേ, നമുക്ക് പല സമയത്തും നമ്മൾ ആഗ്രഹിച്ചത് നേടാൻ പറ്റാത്തത്, പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നമുക്ക് വിചാരിച്ചൊരു നേട്ടം കൈവരിക്കാത്തതിൻ്റെ ഒരു പേരിൽ, ഇതൊക്കെ നമ്മൾ പരാതികൾ മാത്രമേ പറയാറുള്ളൂ. ഒരിക്കലും നമ്മൾ നന്ദി പറയാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന, എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛനമ്മ മക്കൾ, ഇവരോടൊക്കെ നമ്മളെപ്പോഴും നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാറ്. ഒരിക്കലും നമ്മൾ നന്ദി പറയാറില്ല. അപ്പോൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഉള്ളിലത്തെ പല കാര്യങ്ങളും, ഇന്നർ കോറ് തന്നെ ക്ലീൻ ആവാനും, അതുപോലെ തന്നെ ഓരോ നന്ദി പറയും തോറും നമ്മുടെ മനസ്സിന് ഒരുപാട് പ്യൂരിഫിക്കേഷൻ കിട്ടാൻ നമുക്ക് സഹായിക്കുന്നെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നും തോന്നുന്നു. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്നാണ് നമ്മളതിന് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നടക്കുന്ന പ്രപഞ്ചത്തിനോട് നമ്മൾ നന്ദി പറയുക എന്നത് നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ വെള്ളം കുടിക്കാൻ കിട്ടുന്നത് അല്ലേ, എത്രയോ പേർക്ക് ചിലപ്പോൾ അത് കിട്ടാത്ത ആളുകളുണ്ടാവും. നല്ല ഒരു ശുദ്ധമായ വെള്ളം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാൻ കിട്ടുന്നതിന് പോലും നമ്മൾ നന്ദി പറയുമെന്നാണ് പറയുക. അപ്പം എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനും അത് കേട്ടതിന് ശേഷം നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ. അതുപോലെ തന്നെ നമ്മൾ പൈസ നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ എന്താ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പൈസ നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മളെപ്പോഴും നമുക്ക് പൈസ ഇല്ല, ബുദ്ധിമുട്ടാണ്, പൈസ ഇല്ല, എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ പറയാറ്. അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര വലിയ രീതിയിൽ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് ശരിക്കും ഞാൻ ലൈഫിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തോരം കാര്യങ്ങൾ പൈസ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ റെഡി ക്യാഷ് ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് റോളിങ്ങിലൂടെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് നടക്കുന്നുണ്ടെങ്കിൽ ആ പൈസ തന്നെയല്ലേ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ നന്ദി പറയണ്ടേ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നന്ദി പറയുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഒരു പൈസ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചൊരു തുക എനിക്ക് നേടാൻ കഴിഞ്ഞതിൽ ഞാൻ പ്രപഞ്ചത്തിനോട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതണം എന്നാണ് പറയുക. എഴുതുന്ന കാര്യമേ ബ്രെയിനിലേക്ക് എടുക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ മിറാക്കിൾസ് സംഭവിക്കുന്നതായിട്ട് കാണാം. അത് എഴുതി തുടങ്ങിയപ്പോൾ തന്നെയാണ് എനിക്കും അത് മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു വരാൻ പോകുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ കിട്ടിയതായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലാവരും ജീവിതത്തിൽ മിറാക്കിൾസ് ഉണ്ടാക്കട്ടെ. താങ്ക് യു.